ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോമതി ബാലനോട് സംസാരിക്കുകയാണ് കേട്ടോ. കാര്യം ദേവിക്ക് ഇങ്ങനെ നിർത്തിയാൽ പറ്റത്തില്ല. അവളാകെ വിഷമിച്ചാണ് ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷം അവൾ ഇന്ന് വരെ നേരിച്ചു ചിരിച്ച് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയാം കേട്ടോ. ബാലേട്ടനൊരു കാര്യം അറിയോ, ദേവിയാണെങ്കിൽ ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ പിന്നെ അവിടെ നിന്ന് എണീക്കണമെങ്കിൽ നമ്മൾ ആരെങ്കിലും ചെല്ലണം. കിടന്നാൽ അവിടെ കിടക്കും. എന്തെങ്കിലും ആഹാരം കൊടുത്താൽ നിർബന്ധിക്കണം അവളെ കൊണ്ടത് കഴിപ്പിക്കാനായിട്ട്. എപ്പോഴും ഓരോ ആലോചനയാണ് അവൾക്ക്. അതിൽ നിന്ന് നമുക്ക് ദേവിയെ ഒന്ന് മോചിപ്പിക്കണ്ടേ? അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നത്? അങ്ങനെയല്ല, അവൾക്ക് എന്തെങ്കിലും ജോലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ കുറേയൊക്കെ മറക്കുമായിരുന്നേ. അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിലെ ജോലി നമുക്കൊന്ന് ശരിയാക്കിയാലോ എന്ന് ബാലൻ ചോദിക്കുകയാണ്. പക്ഷേ ഗോമതി പറയാണ് അതൊന്നും ശരിയാവില്ല. സ്കൂളിലേക്ക് ഇപ്പോൾ അവളെ പറഞ്ഞു വിട്ടാൽ എന്തായാലും അത് കൊച്ചു കുട്ടികളല്ലേ ഒത്തിരി ഉള്ളത്. ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പിന്നെയും അവൾക്ക് ഇതൊക്കെ തന്നെ ഓർമ്മ വരും ബാലേട്ടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൾ IT കമ്പനിയിൽ നേരത്തെ പൊക്കോണ്ടിരുന്നില്ലേ, അത് അവൾ റിസൈൻ ചെയ്തൊന്നും ഇല്ലല്ലോ, ലീവിലല്ലേ. വേണമെങ്കിൽ അതിൽ പൊക്കോട്ടെ. അത് വേണോ ബാലേട്ടാ? കാര്യം അവിടുത്തെ അന്നത്തെ തന്നെ ജോലിയുടെ പ്രഷർ നമ്മൾ അറിഞ്ഞതല്ലേ. രാവിലെ പോയാൽ രാത്രിയായാലും അവൾ ഇവിടെ എത്തത്തില്ല. തിരക്കും കാര്യങ്ങളും. ഇത്രയും മാനസികമായിട്ട് തളർന്നിരിക്കുന്ന അവൾക്ക് ഇനിയൊരു പ്രഷർ കൊടുക്കണോ? എന്തെങ്കിലും സമാധാനത്തോടുള്ളൊരു ജോലി. ഞാൻ ബാലേട്ടനോടൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മുടെ ഗോമതി സ്റ്റോറിലേക്ക് ദേവിയെ കൊണ്ടുപോയാലേ അവൾക്ക് അവിടെ ഒരു ആശ്വാസമാവും. പോരാഞ്ഞിട്ട് അവൾ നേരത്തെ അവിടെ നിന്നിട്ടുണ്ട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ. അതിനേക്കാളും ബാലേട്ടൻ അവിടെ ഉണ്ടല്ലോ, ധർമ്മനുണ്ട്, ആകാശുണ്ട്, പിന്നെ രാമേട്ടൻ, എല്ലാവരും പരിചയക്കാർ. പരസ്പരം എന്തെങ്കിലും കളിയും തമാശയൊക്കെ പറഞ്ഞ് അവളുടെ മൈൻഡ് അങ്ങ് മാറും. അവൾക്കും അവിടെ വന്ന് നിൽക്കുന്നതിനോടൊരു ഇഷ്ടം ഉണ്ടാവും. അതൊരു കണക്ക് നോക്കി ശരി തന്നെയാണ്. എന്നാൽ പിന്നെ നീ ദേവിയോട് അത് സംസാരിക്കാൻ എന്താ? ഞാൻ സംസാരിച്ചാൽ ശരിയാവില്ല ബാലേട്ട, അവളത് സമ്മതിക്കില്ല. പക്ഷേ ബാലേട്ടൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും ദേവി അത് അനുസരിക്കും. എന്നാൽ പിന്നെ നാളെ രാവിലെ ആവട്ടെ, ഞാനൊന്ന് അന്വേഷിക്കാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങണം കേട്ടോ നമ്മളെ ബാലൻ. അപ്പോൾ ദേവിയെ വിളിക്കുകയാണ്, ഗോമതിയും വിളിക്കുന്നുണ്ട്. ഗോമതി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പോൾ അതുപോലെ തന്നെ പൂജാമുറി കയറി ആ താക്കോലും ക്യാഷ് വയ്ക്കുന്ന ബാഗും ഒക്കെ ബാലൻ്റെ കയ്യിലെടുത്ത് കൊടുക്കുകയാണ്. ദേവി അടുത്തേക്ക് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താ ഇങ്ങനെ വല്ലാണ്ട് ക്ഷീണിച്ച് നിൽക്കുന്നത്? നേരെ ചൊവ്വ നല്ലൊരു വേഷം പോലും എടുക്കാതെ ഇങ്ങനെയാണോ അവിടെ നിൽക്കുന്നത് എന്ന് ബാലൻ ചോദിക്കുമ്പോൾ, അതൊന്നും സാരമില്ല ബാലച്ച, ഞാനെങ്ങും പോകുന്നില്ലല്ലോ, വീട്ടിൽ തന്നെയല്ലേ. എന്നാൽ മോൾ ഇന്നൊരു കാര്യം ചെയ്യും, വീട്ടിൽ തന്നെ ഇങ്ങനെ അടഞ്ഞിരിക്കണ്ട. പുറത്തോട്ടൊക്കെ ഇറങ്ങാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? നീ ബാലച്ചൻ്റെ കൂടെ കോമഡി സ്റ്റോറിലേക്ക് പോന്നോ? അല്ല അച്ഛ, അതിനിപ്പോൾ എന്താ, നീ അവിടെ നിന്നിട്ടുള്ളതല്ലേ. പിന്നെ അവിടെ രാമേട്ടനൊക്കെ ഉണ്ടല്ലോ, നിന്നെ കണ്ടിട്ട് കുറച്ചായില്ലേ. ദിവസവും നീ എൻ്റെ കൂടെ വന്നാൽ എനിക്കും അവിടെ ഒരു ആശ്വാസം ആവുമായിരുന്നു എന്ന് പറയാം കേട്ടോ. അച്ഛാ, അത് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ മോളെ, ഇപ്പോഴത്തെ മാനസികാവസ്ഥയല്ല. ഇപ്പം നമുക്ക് കിട്ടിയത് നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ഇതുകൊണ്ട് ഒരു കാര്യം മോൾ മനസ്സിലാക്കണം, ദൈവം നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ചിരിക്കാൻ വേണ്ടി മാത്രമല്ല ബുദ്ധി തന്നിരിക്കുന്നത്, മറക്കാനും കൂടെയാണ്. അതെന്തിനാണെന്നറിയോ? മുന്നോട്ടുള്ള ജീവിതം എല്ലാം മറന്ന് നമ്മൾ മുന്നോട്ട് ജീവിക്കണം നന്നായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് മറക്കാനും കൂടെ ഉള്ളൊരു കഴിവ് നമുക്ക് തന്നേക്കുന്നത്. അതുകൊണ്ട് മോളതൊക്കെ ആലോചിച്ച് തീരുമാനിക്കുക. പിന്നെ ഗോമതി, ദേവീനെ ഇത്രത്തോളം നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് എപ്പോഴാണ് ജോലിക്ക് വരണമെന്നും ഗോമതി സ്റ്റോറിൽ വരണമെന്നും താല്പര്യം ഉണ്ടാവുക അപ്പോഴും വന്നോട്ടെ കേട്ടോ. ശരി, എന്നാൽ ഞാൻ ഇറങ്ങാം. അവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദേവി ആകെ ഒരു ആലോചനയില്ല കേട്ടോ. ദേവിയുടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ആനന്ദ് തന്നെയാണ്. ആനന്ദ് ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും ദേവി അവിടെ നിന്ന് വിഷമങ്ങളൊക്കെ മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു. ഇനിയിപ്പോൾ ഗോമതി സ്റ്റോറിൽ പോയി നിന്നാൽ ആനന്ദ് ഏടൻ എന്ത് പറയും? അവിടെ സ്വത്തടിച്ച് മാറ്റാനോ അവിടുത്തെ പൈസ അടിച്ച് മാറ്റാനോ പോയി നിന്ന് പറയില്ലേ? അതാണ് ദേവിയുടെ സങ്കടം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്യുതനാണെങ്കിൽ അലോകാണെങ്കിലും നല്ല പോലെ അടി കിട്ടി വയ്യാതെ ചെന്ന് കിടക്കുകയാണ്. രാജശ്രീ ആണെങ്കിൽ കുറേ വഴക്ക് കൊടുക്കുന്നുണ്ട്. നാണമില്ലേ നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് അടിയും വാങ്ങി വരാനായിട്ട്? ഇത്രയും നാൾ ദേവമംഗലത്തുകാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കൊണ്ടിരുന്ന മോനായിരുന്നു, ഇപ്പോൾ അച്ഛന് വാങ്ങി തുടങ്ങിയല്ലേ. ഇതിലും ഭേദം പോയി ചാവുന്നതായിരുന്നു ഈശ്വര എന്നൊക്കെ പറഞ്ഞ് രാജശ്രീ ആകെ നാണം കിട്ടി സംസാരിക്കുക കേട്ടോ. അവസാനം അച്യുതൻ പറയാം, നീ ഒന്നും മിണ്ടാതിരിക്കുക, എന്നാൽ പിന്നെ നീ ചാവണമെങ്കിൽ പോയി ചാവടി. ഇല്ല, ഞാൻ ചാവും, പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളെപ്പോലെയല്ല, ദേവമംഗലത്തിലുള്ള ഏതെങ്കിലും ഒന്നിന് തീർത്തിട്ടേ ഞാനും ചാവത്തുള്ളൂ. അങ്ങോട്ട് ചെല്ലും. പിന്നെ നിങ്ങളെ അവിടെ തടിക്കടയിൽ വന്ന് അവർ അടിച്ചു എന്ന് പറഞ്ഞു. അവിടെ മറ്റുള്ള സ്റ്റാഫുകളൊന്നും ഇല്ലായിരുന്നോ നിങ്ങൾ അതൊക്കെ തടയാനായിട്ട്?
എടി അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇവർ അപ്രതീക്ഷിതമായിട്ടല്ലേ വന്നത്, അതുകൊണ്ട് ആർക്കും തടയാൻ പറ്റില്ല. അവന്മാർക്കിട്ടു എടുത്തിട്ട് കൊടുത്തു. ശരി, നാണക്കേടായി പോയല്ലോ ദൈവമേ, എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങൾ രണ്ടുപേരോടും പറയാം. ദേവമംഗലത്തുകാർ കാരണം ഓരോ ദിവസവും നമ്മൾ തരം താഴ്ത്തി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഒരിടത്തെങ്കിലും വിജയിച്ച് കാണിക്കാൻ നിങ്ങളെ കൊണ്ടാവോ? പറ, വിജയിച്ച് കാണിക്കാൻ പറ്റുമെന്ന്. അപ്പോഴാണ് അലോക് പറയാം, ഒരു വഴി ഉണ്ടമ്മേ, സമാധാനമായിട്ടിരിക്കുക. എന്ത് വഴിയാടാ ഇനി അടുത്തത്? അടി വാങ്ങാനുള്ളതാണോ? അല്ല, അവിടുത്തെ ഏറ്റവും വലിയൊരു തുറുപ്പ് ചൂടെന്ന് പറഞ്ഞാൽ അനുമോളാണല്ലോ. അവൾ കൃഷ്ണമംഗലത്തേക്ക് ഞാൻ കൊണ്ടുവരും. അതോടുകൂടി അവിടെ എല്ലാവരുടെയും പത്തി അടങ്ങിക്കോളും. അങ്ങനൊരു വാശി നിനക്ക് ഇപ്പോഴും ഉണ്ടോ? പിന്നെ അവളിങ്ങോട്ട് വരും എന്നുള്ളത് നിനക്കുറപ്പാണോടാ എന്ന് അച്യുതൻ ചോദിക്കുക കേട്ടോ. അപ്പോൾ തന്നെ അലോക് പറയാം, പിന്നല്ലാതെ എനിക്ക് നല്ല ഉറപ്പാച്ചാ, അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കും. അപ്പോൾ രാജശ്രീ പറയുന്നത്, ഇടാ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവളും അറിഞ്ഞിട്ടുണ്ടാവില്ലേ. ഇതിനിടയിൽ കൂടെ ഇനിയിപ്പോൾ അവൾക്ക് നിന്നോട് എന്തെങ്കിലും ഇഷ്ടമോ കാര്യമോ ഉണ്ടാവോ? അതൊക്കെ ഉണ്ടാവും അമ്മ, അതൊക്കെ എനിക്ക് വിട്ടെന്നേക്ക്, ഞാനത് തീരുമാനിച്ചോളാം. സമാധാനമായി, അങ്ങനെയെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കാമല്ലോ എന്നിങ്ങനെ രാജശ്രീ വിചാരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ മിത്രയാണെങ്കിൽ കോളേജിൽ പോകുന്ന വഴിക്ക് ഒരു ബാങ്കിൽ കയറുന്നുണ്ട്. കാരണം ലോണ് വേണമല്ലോ. ലോണിന് അപേക്ഷിച്ച് കാശൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആര്യൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് തൽക്കാലം കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ബാങ്കിനെ തന്നെ ആശ്രയിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആര്യനോട് പറയാതെ രഹസ്യമായിട്ടൊരു ബാങ്കിൽ പോയി അവിടെ പോയി സംസാരിക്കുക കേട്ടോ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ശരി ലോൺ തന്നെ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളുടെ കയ്യിൽ ഈട് വയ്ക്കാനായിട്ട് വസ്തുവോ സ്വർണമോ വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ മിത്ര പറയുന്നുണ്ട്, ഇല്ല, ഞങ്ങൾക്കിങ്ങനെ വസ്തുവകകളോ സ്വർണമോ അങ്ങനെ ഒന്നുമില്ല. ആഹാ, ഒന്നുമില്ലേ? എന്നിട്ടാണ് ഇവിടെ ലോണിന് വന്നിരിക്കുന്നത്? നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്? എന്തെങ്കിലും ഈട് വയ്ക്കാതെ ലോൺ എടുക്കാൻ പറ്റുമോ? അതല്ല, ഞങ്ങളുടെ കയ്യിൽ ഒരു കാശുമില്ല, പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഈ ലോൺ കൃത്യമായിട്ട് ഞങ്ങൾ അടച്ചു തീർത്ത 10 ലക്ഷം രൂപയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന പൈസ. അത് കിട്ടിയാൽ ഉറപ്പായിട്ട് ഞങ്ങൾ കറക്റ്റായിട്ട് അടച്ചോളാം എന്ന് പറയാം കേട്ടോ. അത് നിങ്ങളുടെ വിശ്വാസം, പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെ വിശ്വാസമാവുക? ഞങ്ങൾക്ക് പൈസയും തന്നിട്ട് ഇവിടെ മിണ്ടാതിരിക്കാൻ കഴിയുമോ? നിങ്ങൾ അടച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പുറകെ നടക്കണം. അതുമാത്രമല്ല, എന്തെങ്കിലും സ്വർണമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഈട് വെച്ചിട്ടാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് തരാമായിരുന്നു. സർ പ്ലീസ്, ഞാനാണെങ്കിൽ IAS പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എന്തായാലും അതിനു വേണ്ടി എനിക്ക് കുറച്ച് കാശിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് ഉറപ്പുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. എൻ്റെ കുട്ടി, നീ ഇവിടുന്ന് ഒന്ന് പോയി തരാവോ? എന്തൊക്കെയാണ് ഈ കൊച്ചി ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത്? ലോണിന് വന്നിരിക്കുന്നു, അതും 10 ലക്ഷം രൂപ. എന്തെങ്കിലും ഈട് തരാൻ പറഞ്ഞപ്പോൾ അതുമില്ല, കയ്യിലൊന്നും ഇല്ലാതെയാണ് ലോണിന് വന്നിരിക്കണം. നിങ്ങൾ പോയാൽ എൻ്റെ സമയം മെനക്കെടുത്തത്. സാർ പ്ലീസ് സാർ, എന്തെങ്കിലും ഒന്ന് സഹായിക്കണം. കൊച്ചിനോടല്ലേ ഞാൻ പറഞ്ഞത് ഇവിടുന്ന് പോകാനായിട്ട്, എൻ്റെ സമയം മെനക്കെടുക്കുക, എനിക്ക് പോ. അങ്ങനെ മിത്ര അവിടുന്ന് നാണം കെട്ട് പുറത്തേക്ക് ഇറങ്ങാട്ടോ. ഇറങ്ങി നടന്നിങ്ങനെ പോകുമ്പം ഡെലിവറിക്ക് അതുവഴി പോകുന്ന ആര്യൻ അത് കാണുക കേട്ടോ. അപ്പോൾ ആര്യം വിചാരിക്കുന്നുണ്ട്, കോളേജിൽ പോയാ മിത്ര എങ്ങനെയാണ് ഇവിടെ വന്നത്? വിളിക്കാം മിത്രേ എന്നും പറഞ്ഞ് വിളിക്കും. മിത്ര തിരിഞ്ഞു നോക്കുമ്പോൾ ആര്യൻ ആകെ ചമ്മി പേടിച്ച് പോവാ. എന്താ നീ എന്നെ കണ്ടപ്പോൾ ഒരു പരിങ്ങൽ? നീ എന്താ ഇവിടെ കോളേജിൽ പോവാതെ? അല്ല ആര്യം, ഞാനിവിടെ ബാങ്കിൽ വന്നതാ. എന്തിനാണ്? അത് ഒരു അക്കൗണ്ട് തുടങ്ങാൻ. അക്കൗണ്ട് തുടങ്ങാനോ? ഞങ്ങളുടെ അവിടെയൊന്നും ബാങ്ക് ഇല്ലാത്തതുകൊണ്ടാണോ നീ ഇവിടെ വന്ന് അക്കൗണ്ട് തുടങ്ങുന്നത്? അത് എന്ന് പറഞ്ഞ് പരിങ്ങാട്ടോ. അപ്പം തന്നെ ആര്യം പറയാം, എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി, സത്യം പറ. അതല്ല, ഞാനൊരു ലോണിൻ്റെ കാര്യത്തിന് വന്നതാ. എന്തിന്? ആര്യൻ്റെ ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. എൻ്റെ പൊന്നും മിത്രേ, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞു ഈ ലോൺ അത് ഇതെന്നും പറഞ്ഞ് ഇതിൻ്റെ പുറകെ നടന്ന് ടെൻഷൻ അടിക്കരുത്. പിന്നെ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ശരിയാവും? എനിക്ക് വേണ്ടിയിട്ടല്ലേ ആര്യൻ ഈ കടമൊക്കെ വാങ്ങുന്നത്, എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വേണ്ടി ആര്യൻ ഇത്ര ആത്മാർത്ഥത കാണിക്കുമ്പോൾ ആര്യന് വേണ്ടി ഞാനും എന്തെങ്കിലും ആത്മാർത്ഥത കാണിക്കണ്ടേ? കാണിക്കണം, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, അച്ഛന് ഞാൻ കൊടുത്ത വാക്കാ നിന്നെ IPS ആക്കുമെന്നുള്ളത്. നീ അതിൻ്റെ ലക്ഷ്യത്തിലാണ്. ദയവ് ചെയ്ത് കുത്തിയിരുന്ന് പഠിച്ച് അത് നേടിയെടുക്കുക. അച്ഛൻ്റെ മുമ്പിൽ എനിക്ക് തല താഴ്ത്തി നിൽക്കാൻ വയ്യ. എന്നെ ഇനി നീ നാണക്കെടുത്തതേ. നിൻ്റെ ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിനു വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് ഇത്രേ. ദയവ് ചെയ്ത് നീ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോവരുത് കേട്ടോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച്, ശരി എന്നാൽ പിന്നെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് മിത്ര പോവാണ്. അപ്പം തന്നെ ആര്യം പറയാണ്, എന്തായാലും നീ വേണമെങ്കിൽ ബൈക്കിൽ കയറിക്കോ, പോണ വഴിക്ക് ഒരു തണ്ണിമത്തന്നെ ജ്യൂസ് വാങ്ങിത്തരാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ മിത്ര സന്തോഷത്തോടുകൂടി ആര്യൻ്റെ ബൈക്കിൽ കയറി പോവാണ്. അങ്ങനെ ഗോമതി സ്റ്റോറിലെത്തിയ ബാലനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് ആ ബ്രോക്കർ ഉണ്ടല്ലോ, ബാലൻ നമ്മുടെ അനുമോൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ ആ ബ്രോക്കർ വിളിക്കുകയാണ് കേട്ടോ. ബാലേട്ടാ, ഈ ഞായറാഴ്ച എന്തായാലും പയ്യൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, ബാലേട്ടൻ്റെ മോളെ പെണ്ണ് കാണാനായിട്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അതിനിപ്പോൾ എന്താ, ഒരു കുഴപ്പമില്ല, വന്നോളൂ എന്നിങ്ങനെ ബാലൻ അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ആകാശും രാമേട്ടനൊക്കെ അന്തം വിട്ട് നോക്കാട്ടോ. അവർക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ലോ, കനിമോള് കുട്ടിയല്ലേ, അവൾ പഠിക്കുന്നില്ലേ.
അപ്പോൾ രാമേട്ടൻ എടുത്ത് ചോദിക്കുകയാണ്, അപ്പോൾ ബാല നീ എടുത്ത് ചാടി ഒന്നും തീരുമാനിക്കരുത്, നീ എന്ത് വിചാരിച്ചിട്ടാ അനുമോളെ ഇപ്പം തന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കണോ ബാല? അവൾ കുട്ടിയല്ലേ, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്തിനാ അവളെ ഇപ്പം പിടിച്ച് കെട്ടിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ ബാലനും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ കല്യാണം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ അലോകമായിട്ടുള്ള പ്രശ്നം അവളെ ഭാവി തകർക്കുമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ ബാലൻ. ഇതൊക്കെയാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.